ഡയറി സയൻസുമായി ബന്ധപ്പെട്ട ഈ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം കാണാൻ പോകുന്നത് നമ്മുടെ ഡയറി സെക്ടറിനെ കുറിച്ചുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. എന്താണ് ഈ മേഖലയുടെ അല്ലെങ്കിൽ ക്ഷീരമേഖലയുടെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. നമുക്ക് സ്ലൈഡിലേക്ക് പോകാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യ മഹാരാജ്യം ഒന്നാമതെത്തിയത് 1998-ലാണ്. അതിനെ തുടർന്ന് ഇന്ന് വരെ ഇന്ത്യയാണ് മിൽക്ക് പ്രൊഡക്ഷന്റെ കാര്യത്തിൽ നമ്പർ 1. So India is the largest milk producer in the world since 1998 എന്ന് നമുക്ക് പറയാം. അപ്പോ നമുക്ക് ധാരാളം കാലിസമ്പത്തിന്റെ കാര്യത്തിൽ നമ്മൾ മുന്നിലാണ്. എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത് നമ്മൾ പിന്നീട് കാണുന്നത് ലൈഫ് സ്റ്റോക്ക് സെൻസസ് അതിനകത്ത് പറയും. ആ വീഡിയോയിലേക്ക് പോകുമ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആദ്യം ഈ സെക്ടറിനെ ഇതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്തായിരുന്നു 2017 PSC എക്സാമിനേഷന് ചോദിച്ച ഒരു ചോദ്യമാണിത്. ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രി ഇൻ ദ വേൾഡ്. നമ്മളിപ്പോൾ കണ്ടു ആ സമയത്തും ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യയാണ്, അല്ലേ? സോ ഇന്ത്യ, ഇതാണ് ആൻസർ. അപ്പോൾ മറ്റ് രാജ്യങ്ങൾ, ഇപ്പൊ 98-ൽ നമ്മൾ 1-ാം സ്ഥാനത്ത് വരുമ്പോഴത്തേക്ക് അമേരിക്കയായിരുന്നു അതിന് മുമ്പ് വരെ മുന്നിൽ നിന്നിരുന്നത്. അപ്പോ മുഖ്യമായിട്ടും പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ടോപ്പ് കൺട്രീസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഇന്ത്യ ഉണ്ട്. കൂടാതെ USA ടോപ്പ് റാങ്കിങ് ആണ്. അതുപോലെ തന്നെ ചൈന, അതുപോലെ പാകിസ്ഥാൻ, റഷ്യൻ ഫെഡറേഷൻ, ബ്രസീൽ, ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം പാലുൽപാദനത്തിന്റെ കാര്യത്തിൽ മികച്ചു നിൽക്കുന്ന മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്. അപ്പൊ ചോദ്യം ഇതായിരുന്നു, ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രി ഇൻ ദ വേൾഡ്. അത് ഇന്ത്യയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഇതിനെക്കുറിച്ച് തന്നെ മനസ്സിലാക്കണം. ഏതൊക്കെ രാജ്യങ്ങളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്, നമ്മുടെ ഇന്ത്യയുടെ പ്രൊഡക്ഷൻ എത്രയാണ്, ഇതിനെക്കുറിച്ചെല്ലാം കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളത് 2020-ൽ നടന്ന ഡയറി ഫാം ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ദ ഹയസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ്, ആൻസർ കൊടുത്തിരുന്നത് ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്. ഈ സംസ്ഥാനങ്ങളുടെ പേരുകൾ. അപ്പൊ അന്നും ഇപ്പോഴും ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഉത്തർപ്രദേശാണ്, UP ആണ് 1-ാം സ്ഥാനത്ത് ഇക്കാര്യത്തിൽ നിൽക്കുന്നത്. അപ്പൊ UPയോടൊപ്പം തന്നെ ഈ നേരത്തെ ലോകത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾ മുൻപന്തിയിൽ നിൽക്കുന്ന, ഇതേപോലെ ഉത്തർപ്രദേശിന് തൊട്ട് പിന്നിൽ രാജസ്ഥാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ മധ്യപ്രദേശ്, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, ഈ സംസ്ഥാനങ്ങളെല്ലാം തൊട്ട് പിന്നിലായിട്ട് വരുന്നവരാണ് പാലുൽപാദനത്തിന്റെ കാര്യം. അപ്പോൾ അവരുടെ ഉൽപാദനം എത്രയാണ്, ആ കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പാറ്റേണിലാണ് ഈ ഡയറി സെക്ടർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം.
സ്റ്റാറ്റസ് ഓഫ് ഡയറി സെക്ടർ ഇൻ ഇന്ത്യ. അതിൽ ഇന്ത്യ ആദ്യം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ത്യ ഈസ് റാങ്ക്ഡ് ഫസ്റ്റ് ഇൻ മിൽക്ക് പ്രൊഡക്ഷൻ ഇൻ ദ വേൾഡ്. എത്ര നമ്മുടെ കോൺട്രിബ്യൂഷൻ, ലോകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന്റെ 23% ഓഫ് ഗ്ലോബൽ പ്രൊഡക്ഷൻ 2020-21 ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കുകൾ പ്രകാരം നമ്മുടെ കോൺട്രിബ്യൂഷനാണ്. 23% ഓഫ് ഗ്ലോബൽ മിൽക്ക് പ്രൊഡക്ഷൻ ഈസ് ഹൗസ്. അത് നാഷണൽ എക്കണോമിയുടെ ഏകദേശം 5% ഡയറി സെക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ദേശീയ സമ്പദ് വ്യവസ്ഥയുടെ ഇത്രയും ശതമാനം ഡയറി സെക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഇപ്പോഴത്തെ ഉൽപാദനം ഏറ്റവും അവസാനം ലഭിക്കുന്ന കണക്കനുസരിച്ച് 2020-21 പീരീഡിൽ നമ്മുടെ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്ത പാലിന്റെ അളവെന്ന് പറയുന്നത് ആ വർഷത്തില് 209.96 മില്യൺ ടൺസ് ആയിരുന്നു. സോ 209.96 മില്യൺ ടൺസ് ഓഫ് മിൽക്കാണ് നമ്മൾ 2021 പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഇത്രയും അളവ്. ഇത് ഓരോ വർഷം ചെല്ലുന്തോറും ഇതിന്റെ ആനുവൽ ഗ്രോത്ത് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ നിരക്കിലല്ല, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 6.2% ആനുവൽ ഗ്രോത്ത് റേറ്റ് മിൽക്ക് പ്രൊഡക്ഷന്റെ കാര്യത്തില്, ആനുവൽ ഗ്രോത്തിന്റെ കാര്യത്തിൽ ഉണ്ട്. ഈ ഡേറ്റകളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നു. അതുപോലെ തന്നെ ഇത്രയും ഈ പറഞ്ഞ പ്രൊഡക്ഷന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഓൾ ഇന്ത്യ പെർ ക്യാപിറ്റ അവൈലബിലിറ്റി ഓഫ് മിൽക്ക് എന്ന് പറയുന്നത്, ഇത് ഈ വർഷത്തെ പരിശോധിച്ചു കഴിഞ്ഞാൽ ആളോഹരി പാൽ ലഭ്യത അതും നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. പരീക്ഷയ്ക്ക് സാധ്യതയുള്ള ഒന്നാണ്, ഒരു ചോദ്യമാണ്. അപ്പൊ അത് ഈ പീരീഡില് 427 ഗ്രാം പെർ ഡേ, ഒരു ദിവസം 427 ഗ്രാം ആളോഹരി പാൽ ലഭ്യത ഈ പറഞ്ഞ അളവിൽ വെച്ച് ഓരോ വ്യക്തിക്കും കിട്ടും. അതാണ് ആനുവൽ ആൾ ഇന്ത്യ പെർ ക്യാപിറ്റ അവൈലബിലിറ്റി ഓഫ് മിൽക്ക് 427 ഗ്രാം പെർ ഡേ. അതുപോലെ തന്നെ ഏറ്റവും ഉയർന്ന ഹയസ്റ്റ് പെർ ക്യാപിറ്റ അവൈലബിലിറ്റി എന്ന് പറയുന്നത് പഞ്ചാബിനാണ്. പഞ്ചാബിന്റെ പെർ ക്യാപിറ്റ അവൈലബിലിറ്റി നാഷണൽ ശരാശരിയെക്കാളും കൂടുതലാണ്. അവിടുത്തേത് എത്രയാണ്? 1221 ഗ്രാം പെർ ഡേ. ഇതാണ് ഇവിടുത്തെ ഈ സ്റ്റേറ്റിന്റെ പ്രത്യേകത. മനസ്സിലായി? അപ്പോൾ അവിടെ സങ്കര ഇനങ്ങളുമൊക്കെ നമ്മുടെ കേരളത്തെ പോലെ തന്നെ സങ്കര വർഗം പശുക്കൾ കൂടുതലായിട്ട് ഉള്ള ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് എന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഡയറി ഫാം ഇൻസ്ട്രക്ടേഴ്സിന്റെ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ പോയിന്റുകൾ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞുകൊണ്ട് വേണം പരീക്ഷ എഴുതുന്നതിന് ശരിയായിട്ട്. ഇനിയും കൂടുതൽ വിവരങ്ങൾ ഈ ഡയറി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.